किसी ने कहा कि साहब हाउस नंबर 0 है, 80,000 लोगों के हाउस नंबर 0 हैं, इसीलिए वो फर्जी हैं। बिना किसी सबूत के किसी भी वैलिड मतदाता का नाम नहीं कटेगा। चुनाव आयोग हर मतदाता के साथ चट्टान की तरह खड़ा हुआ है। हलफनामा देना होगा या देश से माफी मांगनी होगी, तीसरा विकल्प नहीं है। നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ആഞ്ഞടിച്ച ഇലക്ഷൻ കമ്മീഷൻ. പല വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായി. പക്ഷേ ഇങ്ങനെ ഒരു നാടകീയതയോടെ പല സന്ദർഭങ്ങളിലും പ്യാരെ ദേശവാസിയോം എന്ന വിളി ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള അഭിസംബോധനകൾ പോലെ ഒരെണ്ണം ഇന്ന് കണ്ടു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രയോഗിച്ച വാക്കുകൾ നോക്കുക. ഭീഷണി വേണ്ട, തോക്ക് ചൂണ്ടണ്ട, ആയുധമാക്കുന്നു, വ്യാജ ആരോപണങ്ങൾ, ഭയപ്പെടില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷത്തോട് ആക്രോശിക്കും പോലെ ഗ്യാനേഷ് കുമാർ പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ പൊഴിഞ്ഞു വീണത് നാളിതുവരെ രാജ്യം പവിത്രമായി കണ്ട ഒരു സംവിധാനമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ച് പോളിംഗ് ബൂത്തിൽ മനസാക്ഷിയുടെ അംഗീകാരം അർപ്പിച്ചു വന്ന ഒരു ജനതയുടെ മനസ്സിലാണ് വെള്ളിടി വീണത്. മതി, ഇന്ന് കണ്ടത് ഇനി ആവർത്തിക്കാമോ? ECയുടെ വാർത്താ സമ്മേളനം തന്നെയാണോ ഇന്ന് കണ്ടത്? അതോ തങ്ങളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്ന EDയുടെ വാർത്താ സമ്മേളനമോ? ഉയർന്നു വന്ന ഒരാരോപണവും അന്വേഷിക്കില്ല എന്ന് ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കുമ്പോൾ ഇത് ECയോ അതോ EDയോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ, ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ, BJP വക്താവ് S നന്ദു എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാറിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് അനിൽകുമാർ, നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങളാണ്. അത് കർണാടകത്തിലേതുണ്ട്, മഹാരാഷ്ട്രയിലേതുണ്ട്, കേരളത്തിൽ തന്നെ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു മറ്റ് പരിശോധനകൾക്ക് ഇല്ല എന്ന്. വോട്ട് കൊള്ള എന്ന് നിങ്ങളൊക്കെ പറയുമ്പോൾ ഭീഷണി വേണ്ട, തോക്ക് ചൂണ്ടണ്ട എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതികരണം? കട്ടായിപ്പോയോ? അനിൽകുമാറിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ, മുഹമ്മദ് റിയാസ് മന്ത്രി, ഒപ്പം P രാജീവ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി, ഒപ്പം മുൻ മന്ത്രി ശ്രീ VS സുനിൽകുമാർ എന്നിവർ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് എന്നുകൂടി കണ്ടുവരാം. ഓരോ മനുഷ്യനും, ഓരോ പൗരനും ആര് ജനപ്രതിനിധിയാകണം, ആര് നാട് ഭരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ജനവികാരത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ഫലം, പാറ്റേൺ വരുന്ന നിലയിലേക്കുള്ള ഒരു പ്രതിഫലനം ഉണ്ടാകണം. അതിന് വഴിയൊരുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സ്വതന്ത്രമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, നിർഭയമായി പ്രവർത്തിക്കുന്നതായിരിക്കണം, ഭരണ സംവിധാനങ്ങളുടെ ഒരു അനുബന്ധ സ്ഥാപനമായി മാറുന്നു എന്ന ആശങ്ക നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമാണ്. അല്ല എന്ന് തെളിയിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം അവർക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം ഞാനിന്ന് പൂർണ്ണമായിട്ട് കേട്ടിരുന്നു. അതൊരു സ്വതന്ത്ര ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്നും വരുന്നൊരു വിശദീകരണമായിട്ടല്ല എനിക്ക് തോന്നിയത്. അത് ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. കാരണം രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് പോകാതെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് അനിൽകുമാർ, പ്രതിപക്ഷം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ കണ്ട പ്രശ്നങ്ങൾ, അത് വോട്ട് കൊള്ള എന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന കാര്യങ്ങൾ, കർണാടകം, മഹാരാഷ്ട്ര, ഈവൻ കേരളത്തിൽ പോലും
അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ, വലിയ ചർച്ചയാകുമ്പോൾ മറ്റ് പരിശോധനകൾക്കില്ല, അന്വേഷണത്തിനില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ട് കൊള്ളയും എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ച് വരണ്ട, ഭീഷണി വേണ്ട, തോക്ക് ചൂണ്ടി പേടിപ്പിക്കണ്ട, ആയുധമാക്കണ്ട, വ്യാജ ആരോപണങ്ങൾ വേണ്ട, ഇങ്ങനെ കുറേ കടുത്ത വാക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായി വന്നിരിക്കുന്നത്. പ്രതികരണം എന്താണ്? നമ്മുടെ രാജ്യം നവഫാസിസത്തിലേക്ക് പോകുന്നുവെന്ന് CPIM വിലയിരുത്തിയപ്പോൾ CPM വല്ലാതെ ആക്ഷേപിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ CPM തയ്യാറായിരിക്കുന്നുവെന്നാണ് അതിനെ വക്രീകരിച്ചുകൊണ്ട് അക്കാലഘട്ടത്തിൽ പല ആളുകളും പറഞ്ഞത്. പക്ഷെ CPIM എന്താണ് നവഫാസിസത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളായി ഈ ഭരണകൂടത്തിൽ കണ്ടെടുക്കുന്നത് എന്ന് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിലൂടെ വ്യക്തമായി വിശദീകരിക്കുകയുണ്ടായി. അതിൽ പല ഘടകങ്ങളുണ്ട്. ഒരു ഘടകം നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമായ സംവിധാനങ്ങളായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നീതിപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചോ? ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏറ്റവും നെറുകെട്ട വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ട് എന്ത് നടപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രധാനമന്ത്രിക്കെതിരെ കൈക്കൊണ്ടത്? തെരഞ്ഞെടുപ്പ് കാലത്ത് നിന്ദ്യമായ വർഗീയ പ്രചാരണം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പ്രധാനമന്ത്രിക്ക് യഥേഷ്ടമത് നടത്തിക്കൊണ്ടുപോകാൻ, ചട്ടലംഘനം നടത്താൻ, പ്രത്യക്ഷത്തിൽ തന്നെ ചട്ടലംഘനമെന്ന് തോന്നുന്ന വിധമുള്ള കാര്യങ്ങൾ നടത്താൻ എല്ലാ സഹായവും കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇന്ത്യ കണ്ടത്. അതുകൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിയുക്തമാണ് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രണ്ടാമത് നോക്കൂ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതികൾ നിശ്ചയിക്കുന്നത്, ഇലക്ഷൻ്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് BJP എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചുള്ള ഷെഡ്യൂളാണ്. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടമെത്തുമ്പോഴും വർഗീയമായി ഏകീകരണം ഉണ്ടാക്കണം. അപ്പോൾ വർഗീയമായി ഏകീകരണം ഉണ്ടാക്കേണ്ടത് ഏത് ഘട്ടത്തിലാണ്? 7 ഘട്ടത്തിൽ നടക്കുമ്പോൾ, 8 ഘട്ടത്തിൽ നടക്കുമ്പോൾ, 5-ാം ഘട്ടം മുതൽ 4-ാം ഘട്ടം മുതൽ ഇത്തരത്തിലേക്ക് കൃത്യമായൊരു ഏകീകരണം ഉണ്ടാക്കത്തക്ക വിധം ഏകീകരിക്കേണ്ട മണ്ഡലങ്ങൾ കണക്കാക്കി ആ മണ്ഡലങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക, ആ പ്രദേശങ്ങൾക്ക് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക, ഒരേ ഡേറ്റിൽ തെരഞ്ഞെടുപ്പ് നടത്തുക, അതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി വർഗീയവൽക്കരണത്തിലേക്ക് കൊണ്ടുപോവുക. ഇതല്ലേ നരേന്ദ്രമോദിയുടെ ഈ കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമന പ്രക്രിയയിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത്? പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിക്കൊപ്പം നമ്മുടെ രാജ്യത്തെ ചീഫ് ജസ്റ്റിസ് കൂടി ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകുന്നതല്ലേ അഭിലഷണീയം? അപ്രകാരം ഒരു സുപ്രീം കോടതി വിധി വന്നില്ലേ? സുപ്രീം കോടതി എന്തുകൊണ്ട് വിധിച്ചു? നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം സംവിധാനങ്ങൾ സ്വതന്ത്രമല്ല. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിധിച്ചത്. ആ വിധിയെ അട്ടിമറിക്കാൻ നിയമനിർമ്മാണം നടത്തി. ആ വിധിയെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം നടത്തി. ആ നിയമനം നടത്തിയത് ആരെയാണ്? നിയമനം നടത്തിയ ഉദ്യോഗസ്ഥനാരാണ്? അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ചില ഉദ്യോഗസ്ഥന്മാരെ 1 കൊല്ലവും 2 കൊല്ലവും അനിശ്ചിതമായി കാലാവധി നീട്ടുന്നവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നിലപാട് വന്നത് എങ്ങനെയാണ്? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം മുതൽ തുടങ്ങുന്നു ഈ തെരഞ്ഞെടുപ്പിനെ കളിപ്പാട്ടമാക്കി തീർക്കുന്ന സംഘപരിവാരത്തിൻ്റെ പ്രവർത്തനം. അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അട്ടിമറികളാണ്. ഉദാഹരണമായി ഒരു ഇലക്ഷൻ പ്രക്രിയ നടക്കുമ്പോൾ കേരളത്തിലൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്ക് പോളിംഗ് ശതമാനം എത്ര, 3 മണിക്ക് എത്ര, 4 മണിക്ക് എത്ര, അവർ 5 മണിയോടുകൂടിയല്ലേ 6 മണിയോടുകൂടി നമുക്ക് ഏകദേശം പറയാനാകും. പിന്നീട് വർധനവിൻ്റെ കണക്കിൽ ക്രമാതീതമായ വർധനവ് വരില്ല. എന്തായിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ അവസ്ഥ? എങ്ങനെ വന്നു അവസാന മണിക്കൂറുകൾ അധികമായ ആളുകൾ? അങ്ങനെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പെട്ടിയിലുണ്ടായ അനുഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ?
ഒരനുഭവമുണ്ടോ? ഒരനുഭവമുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഇന്നത്തെ ഭാഷ ഉപയോഗിക്കാനാവില്ല. ഒരൊറ്റ അനുഭവമുണ്ടെങ്കിൽ ആ അനുഭവത്തിന് മുന്നിൽ രാജ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയ്ക്ക് മുമ്പിൽ കളങ്കിതമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം എന്ന് തെളിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരൊറ്റ വറ്റ് ആ വറ്റ് നോക്കിയിട്ട് ഇത് ഇന്നതാണ് എന്ന് കണ്ടാൽ ഇവർക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരും. അതിന് പകരം ED പെരുമാറുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറാൻ തുടങ്ങിയാലോ, ആക്രമിക്കാൻ തുടങ്ങിയാലോ, നിങ്ങൾ തെളിയിച്ചില്ലെങ്കിൽ നിങ്ങളെ മൂക്കി എത്തിക്കളയും. ഒരു ജനാധിപത്യ രാജ്യത്തെ അഭിപ്രായങ്ങളൊക്കെ പറയും ആളുകൾ, അഭിപ്രായം പറയും, ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യപ്പെടും, അധികാരികൾ ചോദ്യം ചെയ്യപ്പെടും, മാപ്പ് പറയണം എന്നുവരെ പറഞ്ഞിരിക്കുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് വിവേചനപരമായ കമ്മീഷൻ. അതാണ്, ചോദ്യം ചെയ്യപ്പെടും. നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തുകൂടാ, അമിത്ഷയെ ചോദ്യം ചെയ്തുകൂടാ, നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും പിന്നിൽ നിൽക്കുന്ന ഞങ്ങളെയും ചോദ്യം ചെയ്തുകൂടാ. ആ ഇമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് വേണം. ഇതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നവഫാസിസം പ്രവർത്തിക്കുന്നത്. ഇപ്പം തന്നെ കാണാം, മഹാരാഷ്ട്രത്തിൽ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അവരുടെ വക്താവ് ഹൈക്കോടതി ജഡ്ജിയായി മാറി. ആ ജഡ്ജിമാർ അവിടെ കയറിയിരുന്ന് വിധിക്കുന്നത് എന്ത് വിധിയായിരിക്കും? ഒരു വിഷയം വന്നാൽ ആ വിഷയ്ക്കകത്ത് പക്ഷപാതപരമായി വിധിക്കില്ല എന്ന് പറയാൻ എന്തുറപ്പുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ജഡ്ജിമാർ രൂപപ്പെടുന്നത്? ഇവർ നാളെ സുപ്രീം കോടതിയിലേക്കല്ല പോകുന്നത്. സുപ്രീം കോടതിയിൽ ഇരുന്ന ജഡ്ജിമാർ എങ്ങനെയാണ് അയോധ്യ കേസിൽ വിധിച്ചത്, മറ്റു പല കേസിൽ വിധിച്ചത്, അതിൻ്റെ ഭാഗമായി എവിടെ എത്തപ്പെട്ടു? യെസ്, ഇങ്ങനെയാണ് നവഫാസിസ്റ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഏറ്റവും കൗതുകകരമായൊരു കാര്യം നമ്മൾ ആലോചിക്കൂ. ഇലക്ഷനുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ 2 കന്യാസ്ത്രീകൾ, മലയാളികളായിട്ട് ആളുകൾ ജയിലിൽ നിന്ന് പുറത്തു വന്നു. ഇതാണ് നമുക്കെല്ലാം സന്തോഷകരമായ വാർത്ത. യഥാർത്ഥത്തിൽ അവർ തടവിൽ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് തടവിലാന്ന് പറയാൻ കാരണം? അവർ രാജീവ് ചന്ദ്രശേഖരനെ ചെന്ന് കാണുന്നു, നന്ദി പറയുന്നു. എന്തിന്? അവരെ തടഞ്ഞു വെച്ച ബജറംഗ് ദളിൻ്റെ പ്രവർത്തകരുടെ പേര് കേസെടുത്തോ? ഇവരോടൊപ്പം ജയിലിൽ കിടന്ന ആ 2 സ്ത്രീകളുടെ സഹോദരനുണ്ടല്ലോ, ആക്രമിക്കപ്പെട്ട സഹോദരൻ, അയാളുടെ പരാതി കേസെടുത്തോ? ഛത്തീസ്ഗഡിലെ പോലീസ് നീതി കൊടുത്തോ ഈ കന്യാസ്ത്രീകൾക്കും അതുപോലെ അവരോടൊപ്പം ഉണ്ടായിരുന്ന 3 പേർക്കും? അതിനാണോ നന്ദി പറയേണ്ടത്? അതിനാണോ നന്ദി പറഞ്ഞത്? യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. സംഘപരിവാരത്തിൻ്റെ തടവറയിലാണ് ആ കന്യാസ്ത്രീകൾ. യെസ്, ഇതാണ് നവഫാസിസം. യെസ്, അതുപോലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അഡ്വക്കേറ്റ് അനിൽകുമാർ താങ്കൾ പറഞ്ഞു വന്നത് അതാണ്. വ്യക്തമായിരിക്കുന്നു ആ കാര്യങ്ങൾ. ആദ്യഘട്ടത്തിൽ താങ്കൾ ആ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഞാൻ BJP പ്രതിനിധിയിലേക്ക് കൂടി ഒന്ന് പോകട്ടെ. ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കാം എന്ന് പറയാനുള്ള ഒരു സാമാന്യ നീതിയുടെ മര്യാദയുണ്ടല്ലോ, അത് പ്രകടിപ്പിക്കാൻ ആദ്യമായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് പ്രതികരിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രതികരണം അതുകൊണ്ടാണ് ECയുടേതാണോ EDയുടേതാണോ എന്ന ആളുകൾക്ക് സംശയമുണ്ടാകുന്ന രീതിയിൽ വരുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? BJP പോലും പറഞ്ഞല്ലോ വോട്ടർ പട്ടികയെക്കുറിച്ച് പരാതി. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല? അല്ല, ഇതിനകത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ക്യാപ്ഷൻ ഇട്ടതിന് ശേഷം ശ്രീ അനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ വന്നിരുന്നിട്ട് ഒരു രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും അങ്ങ് തള്ളിപ്പറയാണ്. വളരെ നികൃഷ്ടമായി, അല്ലെങ്കിൽ ഭാരതത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഐഡൻറ്റിറ്റികളെയും തള്ളിപ്പറയാണ്. അത് ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾക്ക് സംശയമാണ്, രാജ്യത്തെ കോടതികളെ സംശയമാണ്, രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം സംശയമാണ്, രാജ്യത്തെ തന്നെ സംശയമാണ്. ആ നിലയിലേക്ക് അനിൽകുമാറിനെ പോലെ ഒരു മുതിർന്ന CPM നേതാവ് തന്നെ പറയുന്നതിൻ്റെ ആ ഒരു അനൗചിത്യം അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചു വന്ന ശീലം അദ്ദേഹം കൃത്യമായി ഇവിടെ വന്നിരുന്ന് പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് ഞാൻ അതിനെ വലിയ ഗൗരവത്തോടെ അല്ല കാണുന്നത്. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ, പ്രത്യേകിച്ച് രാജ്യത്ത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും തള്ളിപ്പറയുക. അനിൽകുമാർ അല്ല വിഷയം. അനിൽകുമാർ ഇതിനകത്ത് ഒരു പാർട്ടിയുടെ പ്രതികരണം ആണ് അറിയിച്ചത്. രാജ്യം ചർച്ച ചെയ്യുന്ന കാര്യം 11 ദിവസങ്ങൾക്ക് മുൻപ് വന്ന പരാതിയാണ്. താങ്കൾ അതിനെ അങ്ങ് ലഘൂകരിച്ചു വിടണ്ട. നന്ദു കൊണ്ടുവന്നതല്ല വിഷയം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞതല്ല വിഷയമെങ്കിൽ അദ്ദേഹം ആ വിഷയം ഉന്നയിക്കാൻ പാടില്ല. അദ്ദേഹം ആ വിഷയം രാജ്യത്തിന്റെ എല്ലാ സ്തൂപങ്ങളോടും, രാജ്യത്തിന്റെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും, രാജ്യത്തിന്റെ കോടതി
കോടതികളെ പോലും വളരെ നികൃഷ്ടമായിട്ട് അങ്ങ് വിമർശിച്ചിട്ട് അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വിമർശിക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഭാരതത്തിന്റെ പൗരന് സാധിക്കില്ലെന്നേ. ഭാരതത്തിന്റെ കോടതികളെ, ഭാരതത്തിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന കോടതികളെ, ഭാരതത്തിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന ഭാരതത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ നിലപാട്. പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും വേറൊരു പാർട്ടി ആയാലും രാജ്യത്തിന്റെ പരമാധികാരത്തെ അതിൽ വിശ്വസിച്ച് നിൽക്കാം എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്ന ഡിക്ലറേഷൻ എഴുതി കൊടുക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ വന്നിട്ട് സംസാരിക്കാൻ എന്നാണ് എനിക്ക് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പറയാനുള്ളത്. ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് നന്ദു. താങ്കൾക്ക് തർക്കിക്കാം, അനിൽകുമാറിനോട് പ്രതികരിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കളുടെ വിയോജിപ്പ് പറയാം. താങ്കൾ എന്റെ ചോദ്യം കേൾക്കൂ, അതിനുശേഷം താങ്കൾ ഉത്തരം പറയൂ. ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് എന്താണ് ഇന്ന് പറഞ്ഞത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് എന്തുണ്ട് BJPക്ക് മറുപടി എന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് ദയവായി എന്റെ ചോദ്യം കഴിഞ്ഞിട്ട്, താങ്കൾ എന്നോട് അടികൂടാൻ വന്നതല്ലോ, എന്റെ ചോദ്യം കേട്ടിട്ട് മാന്യമായി ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ വക്താവായി താങ്കൾ മറുപടി പറയാൻ വന്നതല്ലേ. അതുകൊണ്ട് നന്ദു, ആ ബഹുമാനത്തോടു കൂടി ഞാൻ താങ്കളുടെ മുമ്പാകെ ഈ ചോദ്യം വെക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ആദ്യമായി ഇത്തരത്തിലൊരു ഒരു പരാതി വന്നപ്പോൾ ഇല്ല, ഞങ്ങൾ അന്വേഷിക്കില്ല, ഞങ്ങൾ അന്വേഷിക്കുകയില്ല, നിങ്ങൾ പേടിപ്പെടുത്തണ്ട, നിങ്ങൾ ഭീഷണിപ്പെടുത്തണ്ട, നിങ്ങൾ തോക്ക് ചൂണ്ടണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നിങ്ങൾ ആദ്യം പറഞ്ഞതിൽ തന്നെ, താങ്കളുടെ ചോദ്യത്തിൽ തന്നെ സാങ്കേതികമായ ഒരുപാട് തെറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ തെറ്റ്, ഈ പറയുന്ന പരാതി ആരാണ് റൈസ് ചെയ്തത്, ആരാണ് ഇലക്ഷൻ കമ്മീഷനോട് റിട്ടേൺ എനിക്ക് ഇങ്ങനൊരു പരാതി ഉണ്ട്, ഞാൻ ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഇന്ന ഇലക്റ്റിൽ പെട്ടുന്ന ഒരു വോട്ടറാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് രേഖാമൂലം ഇലക്ഷൻ കമ്മീഷനോട് പരാതി പറഞ്ഞത് ആരാണ്? ഒന്നാമത്തെ ചോദ്യം. ഇതാണോ BJPയുടെ മറുപടി? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു പരാതി പറയുമ്പോൾ, ഇനിയിപ്പോ കേരളത്തിൽ നാളെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ നിങ്ങളൊക്കെ, ഞങ്ങൾ പരാതി എഴുതി കൊടുക്കുന്നില്ല, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞങ്ങൾ ജാഥ വിളിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്, കണ്ടിട്ട് നിങ്ങൾ പ്രതികരിക്കൂ എന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ സർക്കാർ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾക്ക് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയെ പറ്റി ഞങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നിരുന്ന ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണോ ചെയ്തത്? ആണോ ചെയ്തത്? അല്ലല്ലോ. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് തെളിവ് സഹിതം ഇലക്ഷൻ കമ്മീഷന് നേരിട്ട് പരാതി കൊടുക്കുകയല്ലേ ചെയ്തത്. കേൾക്കില്ലേ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? നിങ്ങൾ റോഡിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാലും കേൾക്കില്ലേ ആ കാര്യം? അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്റെ തെളിവുണ്ടെങ്കിൽ ഞാൻ എന്തിനു റോഡിൽ നിന്ന് മുദ്രാവാക്യം? ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾക്ക്, ഞങ്ങളുടെ സമരങ്ങൾക്ക് വിലയില്ല, ഞങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക്, ഞങ്ങളുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് വിലയില്ല, ഞങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം അവർ അന്വേഷിച്ചാൽ മതി എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? താങ്കളുടെ ആ ഒരു നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം താങ്കൾ പറയാണ് ഞങ്ങൾക്ക് രാജ്യത്തിൻ്റെ പരമാധികാരത്തോട് വിശ്വാസമുണ്ട്, രാജ്യത്തിൻ്റെ ഭരണഘടനയോട് വിശ്വാസമുണ്ട്, പക്ഷേ ഞങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടന ഫോളോ ചെയ്യില്ല, ഞങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കും. പക്ഷേ രാജ്യത്തെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുത്താലേ പറ്റൂ. ഭരണഘടനയിലെ ഏത് വകുപ്പാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞ കാര്യം ഏത് ഭരണഘടനയിലെ ഏത് വകുപ്പാണ്? താങ്കൾ എന്നോട് പറഞ്ഞ അതേ കാര്യം ഞാൻ തിരിച്ചും പറയുന്നു. താങ്കൾ ഒന്ന് ആശ്വാസപ്പെട്ടാൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു ഇന്ത്യൻ പൗരന് ഒരു വിഷയത്തിൽ ഒരു പ്രശ്നത്തിൽ, ഒരു വിഷയത്തിൽ എനിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അത് പറയുന്നതിനും അത് ചെയ്യുന്നതിനും രാജ്യത്ത് ഒരു നിയമ സംവിധാനം എഴുത്തറിയാത്ത എത്രയോ പേർ വോട്ട് ചെയ്യുന്ന രാജ്യമാണ് സാർ ഇത്. എഴുത്തറിയാത്ത എത്രയോ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്, ശ്രീ ലാൽ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട്. രാഹുൽ ഗാന്ധി പറയുന്നു എൻ്റെ 7 അടി പൊക്കമുള്ള നീളമുള്ള തെളിവുണ്ട്. രാഹുൽ ഗാന്ധി അല്ല, ഈ രാജ്യത്തെ പ്രതിപക്ഷം ഒട്ടാകെ പറയുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സംശയമുണ്ട്, പലരും പറയുന്നു, ഈ രാജ്യത്തെ മുൻപ് ഈ സ്ഥാനങ്ങളൊക്കെ ഇരുന്നവർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു. ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ആളുകൾ അത് ശബ്ദം ഉയർത്തി പറഞ്ഞാൽ നിങ്ങൾ അത് എഴുതി കൊടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവരെന്തുകൊണ്ട് പറയുന്നു? രാഷ്ട്രീയ പാർട്ടിയല്ല. നിങ്ങളെപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഇത് പറയുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെയാണോ? നിങ്ങളാണോ അവരെ സംരക്ഷിക്കുന്നത്? നിങ്ങൾ പറഞ്ഞു വരുന്ന എന്താ? ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വിഷയം റൈസ് ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് പല വിഷയങ്ങൾ റൈസ് ചെയ്യുന്നു. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളത് റൈസ് ചെയ്യുന്നതിനോടൊപ്പം ഞങ്ങളിലുള്ള എലമെന്ററി തെളിവുകൾ അടുക്കം ഞങ്ങൾ പോലീസിലോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിലോ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. ഞാനൊരു വാക്ക് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒളിച്ചു വെക്കാൻ
അല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒളിച്ചു വയ്ക്കാനുണ്ട്. ആ ഒളിച്ചു വയ്ക്കാനുള്ളതിൻ്റെ ഭാഗമായി താങ്കൾ എന്നെ ഇടപെടണ്ട. താങ്കൾ കുറച്ച് അനിൽകുമാർ സംസാരിച്ചപ്പോൾ താങ്കൾ ഇടപെട്ടില്ലല്ലോ. ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അധിക്ഷേപിച്ചപ്പോൾ താങ്കൾ ഒരു അക്ഷരം കൊണ്ട് ചേർത്തില്ലല്ലോ. രാജ്യത്തിനെതിരെ പറയുന്നവരെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരോടല്ല ഇത്തരത്തിലാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ ഇടപെടുത്തുള്ളൂ. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, താങ്കൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നതെങ്കിൽ ഞാൻ എൻ്റെ വിഷയം പറയുമ്പോൾ മിനിമം ഒരു ജനാധിപത്യ മര്യാദ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്ന വിഷയം പൂർത്തീകരിക്കും. ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ ഇടപെടുകയല്ല. ഞാൻ ചോദിച്ചത്, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം പറയുകയാണ് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് കള്ളവോട്ട് നടന്നതിന് അല്ലെങ്കിൽ മറ്റു തലത്തിലുള്ള ഈ ഇലക്ഷൻ മാനിപ്പുലേഷൻ നടന്നതിൽ എൻ്റെ തെളിവുകളുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ബി ജെ പി ഒരു കാര്യം പറയുമ്പോൾ ബി ജെ പി അതിന് ഒതന്റിക് ആയിട്ടുള്ള തെളിവുകൾ സഹിതം നേരിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നു. എന്തുകൊണ്ട് ഇത്രയധികം തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈകളിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരിട്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതിയായി പോകുന്നില്ല? അങ്ങനെ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന നിയമപരമായ പരിരക്ഷ, ഞാൻ ആ വാക്ക് വീണ്ടും പറയുന്നു, നിയമപരമായ പരിരക്ഷ, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വരുതിയിൽ നിർത്താനുള്ള അവസരമുണ്ട്. രാജ്യത്തെ സുപ്രീം കോടതിയാണ് സുപ്രീം പവർ എന്റെ ചോദ്യം ആദ്യത്തെ ഇതായിരുന്നു, അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ്. എന്നോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അത് പറയാനുള്ള ഒരു അവസരം ഇത്തരത്തിൽ ഏകപക്ഷീയമാകാതെ. അപ്പോൾ താങ്കളോട് ഞാൻ ഇതിനകത്ത് രാജ്യത്ത് ഞാനൊരു കാര്യം പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു തെളിവുള്ളയാളല്ലേ, തെളിവ് എൻ്റെ കയ്യിൽ സോളിഡ് തെളിവുണ്ടെന്നല്ലേ എല്ലാവരും പറയുന്നത്. ആ സോളിഡ് തെളിവുണ്ടെങ്കിൽ സ്വാഭാവികമായും ജനങ്ങളുടെ മുന്നിൽ അത് കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനല്ല ഇലക്ഷൻ കമ്മീഷൻ ഒരു മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള അവസരം ഉണ്ടല്ലോ. ഡിസ്ക്ലോസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷം ആ തലത്തിൽ പോകുന്നില്ല? പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി നിങ്ങൾ കേസെടുക്കണം, ഞങ്ങൾ പത്രസമ്മേളനം നടത്തി നിങ്ങൾ പരാതി അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ഈ കാര്യമാണ് താങ്കൾ കഴിഞ്ഞ 5-6 മിനിറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സമയം തന്നില്ല എന്ന് പറയരുത്. താങ്കൾ പറയാനുള്ള കാര്യം കൃത്യമായി പറഞ്ഞു. ഇനിയും താങ്കൾക്ക് അഭിപ്രായങ്ങൾ പലതിനെ കുറിച്ചുമുണ്ട്. ഞാനത് അടുത്ത റൗണ്ടിൽ വരാം. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇതാ നോക്കൂ, രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ, അതിൽ രാഹുൽ ഗാന്ധി എന്തോ പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രശ്നം. അതുകൊണ്ടാണ് അതിൽ കയറി പിടിച്ചിരിക്കുന്നത്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ, പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ മാത്രമല്ല, ബി ജെ പിയുടെ നേതാവ് പോലും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നത് നമ്മൾ കേട്ടതാണ്. വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ട്, വയനാട് പ്രശ്നമുണ്ട്, ബെല്ലാരിയിൽ പ്രശ്നമുണ്ട്, അവർക്ക് ചില പ്രത്യേക മണ്ഡലങ്ങൾ മാത്രമുണ്ട്, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ മണ്ഡലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുള്ള ഈ കാര്യങ്ങൾ ആര് നേരെയാക്കണം? ഈ പരാതികൾ വരുമ്പോൾ എഴുതി കൊടുക്കണമെന്നൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ പറയുന്നത് ഇരട്ടത്താപ്പായി കാണണ്ടേ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടിനെ താങ്കൾ എങ്ങനെ വിശദീകരിക്കും? അല്ല, ഈ സാധാരണഗതിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പം ഒരു വർഗീയ പരാമർശം വരിക, ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇതിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നത്. ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു സ്ഥാനാർത്ഥി ഒരു വർഗീയ പരാമർശം നടത്തുന്നു. ആ വർഗീയ പരാമർശത്തോട് അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എതിരായിട്ട് നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി പരാതി കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുന്നത്? അത് പൊക്കോട്ടെന്ന് വിചാരിക്കുമോ? അതിനാണ് ഇലക്ഷൻ കമ്മീഷന് സുവമോട്ടോ പവർ ഉള്ളത്. സുവമോട്ടോ പവർ എക്സസൈസ് ചെയ്യുന്ന എന്തിനാണ്? നീതി പുലരാനാണ്. ജസ്റ്റിസ്. ഒരു രാഷ്ട്രീയമായ ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. നോക്കൂ, ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ പ്രധാനമന്ത്രിയെ മാറ്റണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന എം പിമാരെല്ലാം രാജിവെക്കണമെന്നോ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്, ഈ പറയുന്ന ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്നത് എന്താണ്? വോട്ടേഴ്സ് ലിസ്റ്റ് അത് ക്ലിയർ ആക്കണം. ഇതല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഓരോ വാദങ്ങൾ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പറഞ്ഞൊരു വാദമാണ്, ആൾക്കാരുടെ അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നത് 000 എന്ന് പറയുന്നതിന് കാരണം അവർക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, ജീവിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട്, ഷെൽട്ടർ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വീടില്ലാത്തതുകൊണ്ട് അത് പോട്ടെ, ഞാനത് പറയാം. ഷെൽട്ടർ അല്ലെങ്കിൽ വീടില്ലാത്തതുകൊണ്ടാണ്. ശരിയാണ്, രാജ്യത്ത് ഒരുപാട് ജനങ്ങൾക്ക് ഈ ഷെൽട്ടർ ഇല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ രാജ്യത്ത് ഈ ഷെൽട്ടർ ഇല്ലാത്തവർക്കും അച്ഛനുണ്ടല്ലോ, ഇല്ലേ? LMNO PQ എന്നൊന്നും അല്ലല്ലോ അവരുടെ പേര്. അതിന് ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല. ഷെൽട്ടറുള്ള ആളുടെ നിങ്ങൾക്ക് അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 000 കൊടുത്താൽ അല്ലെങ്കിൽ 000 കൊടുത്താൽ
അവരുടെ പിതാവിൻ്റെ സ്ഥാനത്ത് ഈ ജനിച്ച ആൾക്കാർക്ക് ഇത്രയും പേർക്ക് ഇവർ അച്ഛൻ ആരാന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയില്ലല്ലോ, ചോദിക്കണമല്ലോ, അത് രേഖപ്പെടുത്തണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ 000 എന്ന് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിരിക്കുന്നതും നമുക്ക് വിശ്വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നത്. ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ സെറ്റപ്പിൻ്റെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. സുപ്രീം കോടതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് അപ്ഹോൾഡ് ചെയ്യാൻ, ആ ആസ്പെക്റ്റ് അപ്ഹോൾഡ് ചെയ്യാൻ. വേറെ ആരാ ചെയ്യുന്നത്? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അപ്ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? BJPയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളോ? ഏതേലും ഒരു പാർട്ടിയുടെ കയ്യിലേക്ക് അത് കൊണ്ടുവന്നാൽ അത് നിഷ്പക്ഷമാകില്ല എന്നുള്ളത് കൊണ്ടാണ് നിഷ്പക്ഷമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കൊണ്ടുവരുന്നത്. ആ നിഷ്പക്ഷമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെ നിഷ്പക്ഷത കളഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന ആരോപണത്തിന് മറുപടി എന്താ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒന്നും വേണ്ട, ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണമില്ല. ശരി, ഈ ആൾക്കാരുടെ പിതാവിൻ്റെ സ്ഥലത്ത് ഈ പേര് കിടക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തണ്ടേ? അതെന്താ ഇലക്ഷൻ കമ്മീഷന് തോന്നാത്തേ? ബാക്കി ആരോപണങ്ങളെല്ലാം നിങ്ങൾ വിടൂ. അപ്പം കറക്റ്റാണ് കാര്യം. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വാദങ്ങൾ ഒരു പ്രസക്തമായ വാദമേ അല്ല. ഞാനൊരു ഇതുമായിട്ട് കൂട്ടിച്ചേർത്തൊരു കാര്യം പറയാം. ബീഹാറിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വിഷയങ്ങൾ വന്നപ്പം സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയക്കാരനും കൂടിയായ യോഗേന്ദ്ര യാദവ് അദ്ദേഹം നേരിട്ടാണ് വാദിച്ചത്. പാർട്ടി ഇൻ പേഴ്സൺ ആയിരുന്നു. പാർട്ടി ഇൻ പേഴ്സണിൽ അദ്ദേഹം മരിച്ചുപോയ 2 ആൾക്കാരെ സുപ്രീം കോടതിയിൽ ഡയറക്റ്റ്ലി ഹാജരാക്കിയതിന് കാര്യം എന്താ? കാര്യം ഇവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇവരെ പുറത്താക്കി ഇലക്ഷൻ കമ്മീഷൻ. അത് അവിടുത്തെ RJD പുറത്താക്കിയതല്ലോ, ആണോ? അത് BJP പുറത്താക്കിയെന്ന് BJPക്ക് ഒരു വാദമുണ്ടോ? ഇല്ല, അവരും അങ്ങനെ വാദിക്കത്തില്ലല്ലോ. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അവരെ പുറത്താക്കി. ഇലക്ഷൻ കമ്മീഷൻ പുറത്താക്കിയപ്പോൾ അദ്ദേഹം ഹാജരാക്കി, ഞാൻ ഇന്നോലെ ജീവിച്ചിരിപ്പുള്ള ഒരാളാണ്. സുപ്രീം കോടതി അതിനെ അപ്രീഷിയേറ്റ് ചെയ്താണ്. യോഗേന്ദ്ര യാദവിൻ്റെ വാദത്തെ അപ്രീഷിയേറ്റ് ചെയ്തു. ലോയർ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാദത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് കോടതി ഒരു പൊസിഷൻ എടുത്തത്. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ സുവമോട്ടോ എടുക്കാതെ നമുക്ക് കിട്ടേണ്ട ഉത്തരങ്ങൾ ലഭിക്കാതെ എന്തേലുമൊക്കെ പറഞ്ഞേച്ച് ഈ പറഞ്ഞ സാധാരണഗതിയിൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് BJP പറയുന്ന പോലത്തെ കാര്യമാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. കളവോട്ട് ചെയ്തോ അല്ലെങ്കിൽ ചെയ്തില്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വാദം BJP പറയുന്ന പോലെ അതുപോലെ പ്രതിനിധി പറയുന്ന പോലെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് OP റാവത്ത് എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, നേരത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ്, അദ്ദേഹത്തിന് കരൺ താപ്പറിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോട് അവർ ആവശ്യപ്പെടുന്നത് റൂൾ 23B പ്രകാരമുള്ള അഫിഡവിറ്റ് കൊടുക്കണം, ഓത്തെടുത്ത് അഫിഡവിറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ റൂളിൻ്റെ പേർപ്പസേ അതല്ല. ആ റൂളിൻ്റെ പേർപ്പസ് റിവിഷൻ നടക്കുമെന്ന് വെച്ചാൽ വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേരില്ല എങ്കിൽ അത് വോട്ടർ പട്ടിക റിവൈസ് ചെയ്യുമ്പം എൻ്റെ പേര് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ എൻ്റെ പേരില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന അഫിഡവിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ റിവിഷൻ പ്രോസസ്സ് കർണാടകയിൽ ഓപ്പൺ അല്ല, അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ഈ പറയുന്ന രാഹുൽ ഗാന്ധി എഴുതി തരൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്നിരിക്കട്ടെ. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ എഴുതിത്തരണമെന്നാണ് പറയുന്നേ? അവർ പറയുന്ന ആ റൂള് പോലും അതിന് ബാധകമായിട്ടുള്ള അല്ലാത്ത റൂളാണ്. ഇതാണ് സത്യം. അപ്പം ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന വാദം ഞഞ്ഞാപുഞ്ഞ വാദമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഞഞ്ഞാപുഞ്ഞ വാദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാൽ പിന്നെ എല്ലാം തീർന്നു. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറി ഇപ്പോൾ അടുത്തൊരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ് 45 days. ഇതാണ് എപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുടെ വാദം അത് തന്നെയാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 45 days എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഞാൻ ആദ്യം കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഓർത്ത 30 days ലിമിറ്റേഷൻ എന്നാണ്. ഞാൻ ഇലക്ഷൻ പെറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. 45 days ആണ് ഇലക്ഷൻ കമ്മീഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം. എന്നുവെച്ചാൽ 30 ദിവസത്തേക്ക് നിങ്ങൾ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കണം, പെറ്റീഷൻ ഫയൽ ചെയ്യണം. നമുക്ക് 45 ദിവസം കഴിഞ്ഞ് 50-ാമത്തെ 60-ാമത്തെ ദിവസമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്തൊരു ഫ്രോഡ് നടന്നു. നമുക്ക് എന്താണ് നമ്മുടെ റെമഡി? നമുക്ക് ഈ രാജ്യത്ത് ജനങ്ങളോടിത് ഞാൻ ഇലക്ഷൻ പെറ്റീഷന് പോകുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. പോകുന്നില്ലെങ്കിലും ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ എനിക്കിതിനെക്കുറിച്ച് സംസാരിച്ചുകൂടെ? വാർത്താ സമ്മേളനം നടത്തിക്കൂടെ? അതിന് ഇലക്ഷൻ ഈ കുറഞ്ഞ കോടതിയെ സമീപിക്കണമായിരുന്നു എന്ന് പറയുന്നതിന് എന്താ കാര്യം? 2 വർഷമോ 3 വർഷം കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നേ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രാജ്യത്ത് നമ്മൾ നടന്നിട്ടുള്ള ഇപ്പം 2019 ഏതെങ്കിലും ഒരു രീതിയിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കിപ്പോൾ അറിയില്ല. 2019 അട്ടിമറി നടത്തിയിട്ടുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ
ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പറയാതിരിക്കട്ടെ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ്, ഒരു കൺഫെഷനായിട്ട് പറയുകയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനൊരു ഉദാഹരണം എടുക്കുന്നത്, അപ്പോൾ പിന്നെ നമ്മളത് പറയത്തേ ഇല്ല, അന്ന് പെറ്റീഷൻ കൊടുക്കണമായിരുന്നു എന്നാണോ നമ്മൾ മറുപടി പറയുന്നത്? നമുക്ക് അങ്ങനെയാണോ വാദം വെക്കുന്നത്? അങ്ങനെ അല്ല വാദം വെക്കുന്നത്. Right. അപ്പം പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡൈനാമിക്സിൽ എടുക്കുമ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം, അതിന് വേണ്ടത് പൊളിറ്റിക്കൽ മറുപടിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾ എൻക്വയറി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ചും ചിലപ്പോൾ നന്ദുവിന് മറുപടി ഉണ്ടാകും. ഞാൻ അത് അടുത്ത റൗണ്ടിൽ, ഒരുപക്ഷെ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ തർക്കിച്ചതുകൊണ്ട് ചില കാര്യങ്ങൾക്കുള്ള മറുപടി നന്ദുവിന് പറയാനുള്ളത് അടുത്ത റൗണ്ടിൽ ഞാൻ അവസരം തരും. അഡ്വക്കേറ്റ് അനിൽകുമാർ, നോക്കൂ, ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഇന്ന് ശ്രീ PDT ആചാര്യയും ഒരു മാധ്യമത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. ഈ SIR കുറിച്ചാണല്ലോ വലിയ ചർച്ച ബീഹാറിലൊക്കെ നടക്കുന്നത്. ആ SIR എന്നൊരു കാര്യം പോലും നമ്മുടെ ഭരണഘടനയിൽ ഇല്ല, RPAയിൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾസ് ആക്ടിൽ ഇല്ല, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ ഇല്ല എന്നാണ് ശ്രീ PDT ആചാര്യ പറയുന്നത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനൽ സാധനമില്ല. ഈ ഇൻറ്റൻസീവ് എന്ന വാക്ക് പോലും പെട്ടെന്ന് കയറി വന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് താല്പര്യമാണ് എന്നുള്ളത് 2-3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് കൂടെ നിൽക്കേണ്ടതാണ്. പക്ഷേ BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് കാണുമ്പോൾ എന്താണ് പറയേണ്ടത്? അല്ല, ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്ന ആരാണ്? ഭരണഘടന പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ ഇന്നുണ്ടോ? ആരാ ഇല്ലാതെയാക്കിയത്? ഭരണഘടനാപരമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഇല്ലാതെയായി. C&AG ഫലപ്രദമായ റിപ്പോർട്ട് വയ്ക്കുന്നുണ്ടോ? നരേന്ദ്രമോദിയുടെ 10 കൊല്ലക്കാലത്തിനിടയ്ക്ക് C&AGയുടെ റിപ്പോർട്ട് പാർലമെൻറ്റിൽ എത്ര എണ്ണം വന്നു? ശരിയായ പരിശോധന ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ടോ? എന്തുകൊണ്ട് C&AG റിപ്പോർട്ടുകൾ വരുന്നില്ല? ആരാണ് ഇതിനെ തളർത്തേണ്ടത്? നമ്മുടെ സുപ്രീം കോടതിയിൽ അയോധ്യ കേസിൽ വിധി പറഞ്ഞ ആൾ ഗവർണറായി പോകുന്നത് ഭരണഘടനയ്ക്കെതിരായ കടന്നാക്രമണമാണെന്നാണ് എൻ്റെ വാദം. അങ്ങനെ കേസിൽ വിധി പറഞ്ഞ ഒരാൾ, സംഘപരിവാരത്തിന് അനുകൂലമായി വിധിയുണ്ടാക്കിയ ആൾ രാജ്യസഭാംഗമായി അവിടെ പോയി ഇരിക്കുന്നത് ശരിയല്ല, ചീഫ് ജസ്റ്റിസ് ശരിയല്ല. അതോടുകൂടി ആ ഭരണഘടനാ സ്ഥാപനം പാട്ടിലാക്കപ്പെടുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നടന്നൊരു കാര്യം ഞാൻ പറയുന്നത് ആക്രമണമാണോ? ഇത് ചെയ്തവർ എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ആക്രമിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒരു ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക, നിങ്ങൾ ആ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ ഫോമിൽ നിങ്ങളത് കൊടുക്കുമോ? അതായത് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി കൊടുക്കുമോ? സോഫ്റ്റ് കോപ്പി കൊടുക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ വഴി എത്ര ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എന്ത് വേണം? ആ വോട്ടർ പട്ടികയുടെ ഫോട്ടോ കോപ്പി എടുത്ത് അത് സ്കാൻ ചെയ്ത് ഉള്ള ഫോമേ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കൂ. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങളൊരു ആപ്ലിക്കേഷനിലൂടെ അതിലെ ഇരട്ട വോട്ടുകൾ കണ്ടെത്താനാവില്ല. അതിൽ കൃത്യമായിട്ട് വീട്ട് നമ്പറില്ലാത്ത എണ്ണം ഏതൊക്കെയെന്ന് കണ്ടെത്തണമെങ്കിൽ വളരെ എളുപ്പം ഒരു സോഫ്റ്റ്വെയർ വഴി കിട്ടും. അത് കൊടുക്കൂല. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയൂ. BJPയുടെ വക്താവിനോട് ചോദിക്കുകയാണ്. BJPക്കും കൊടുത്തോട്ടെ, എല്ലാ പാർട്ടിക്കും കൊടുക്കുക. വോട്ടർ പട്ടികയുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാങ്കേതികമായ പരിശോധന സാധ്യമാകുന്ന വിധം ഡിജിറ്റൽ ഫോമിൽ ആ വോട്ടർ പട്ടികയുടെ പകർപ്പ് കൈമാറണം എന്ന് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? അത് തയ്യാറാകുന്നില്ലെങ്കിൽ BJPക്ക് അതിന് പരാതിയുണ്ടോ? പ്രതിപക്ഷ പാർട്ടികൾ പറയുകയാണ് സോഫ്റ്റ് കോപ്പി കിട്ടണം. ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു, മെഷീൻ റീഡിംഗ് ആയിട്ടുള്ള ലിസ്റ്റ് കൊടുക്കില്ല എന്ന്. അതെ, അതാണ് പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്താണ്? BJP തന്നെ ഇപ്പോൾ സമ്മതിച്ചു വോട്ടർ പട്ടികയിൽ കുഴപ്പങ്ങളുണ്ട്. എന്താണ് കുഴപ്പം? അവർ പരാതി കൊടുത്തു. ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, BJPയും പരാതിക്കാരാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് പരാതി കൊടുത്തത് BJPയാണ്. അത് സോണിയാഗാന്ധിയുടെ വോട്ടിനെ കുറിച്ചായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വോട്ടിനെ കുറിച്ചായിരിക്കാം. പറഞ്ഞ കുറേ കള്ളമായിരുന്നു. പക്ഷെ പരാതിയുണ്ടല്ലോ. ഇപ്പോൾ BJPയുടെ പരാതി കൊടുത്താൽ തന്നെ എന്താ വ്യാജമായ പരാതിയാണ് BJP കൊടുത്തത്? BJP പരാതി കൊടുത്തത് വഴി ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രക്രിയ നടത്തുന്നത് കേന്ദ്ര ഭരണകക്ഷിക്ക് പോലും സ്വീകാര്യമല്ലാത്ത വിധത്തിലാണെന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവർ തിരുത്തരുന്നല്ലേ?
അല്ല ഞങ്ങൾ തിരുത്തേണ്ട കാര്യമൊന്നുമില്ല, ED പോയ പോലെ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? മൂന്നാമത്തെ കാര്യം, ഒരു ഇലക്ഷൻ പ്രക്രിയയിൽ പോളിംഗ് നടക്കുമ്പോൾ വൈകുന്നേരം ആ പോളിംഗ് ശതമാനം കണക്ക് പുറത്തുവിടാൻ തന്നെ തടസ്സം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് പെർസെൻറ്റേജ് എത്ര കാലം കഴിഞ്ഞാൽ പുറത്തു വന്ന്? ഒരു ഇലക്ഷൻ കമ്മീഷൻ സ്വയം സുതാര്യമായിരിക്കണ്ടേ? സ്വന്തം അക്കൗണ്ടുകളായിരിക്കണ്ടേ? ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നീതി കൊടുത്താൽ മാത്രം പോരാ, നീതി നിർവഹിച്ചു എന്ന് ബോധ്യപ്പെടുത്തണം. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഡൺ, നീതി നിർവഹിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്താനുള്ള ഭരണഘടനാപരമായ ചുമതലയാണുള്ളത്. ഈ രാജ്യത്തെ 142 കോടി പൗരന്മാർ, ഓരോ പൗരന്മാരും പരാതിയായിട്ട് പോകണമെന്നാണ് നിങ്ങൾ പറയുക? ഒരു പൗരനും പരാതിയായിട്ട് പോകണ്ട, അവർ വീട്ടിൽ ഇരുന്നാൽ മതി. വീട്ടിൽ ഇരിക്കണ പൗരനെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇനി അടുത്ത കാര്യം, നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കാത്തത്, എന്യൂമറേഷൻ നടക്കാത്തത്, മാറ്റിവെക്കപ്പെട്ടത്? അതൊക്കെ വലിയ കുഴപ്പമാണ്. കോവിഡ് കഴിഞ്ഞ എന്യൂമറേഷൻ ഇല്ല. പക്ഷെ ബീഹാറിൽ ഓരോ വ്യക്തിയും ഫോറം പൂരിപ്പിക്കണം. അപ്പോൾ ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് പോലെ ബീഹാറിലെ ഓരോ വ്യക്തിയും ഫോറം പൂരിപ്പിക്കണം. ഏത് ഫോറം? എവിടെ വെച്ച് പൂരിപ്പിക്കും? ആ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കായ ആളുകൾ പുറത്ത് പോയിരിക്കുകയാണ്. അവർ തിരിച്ചു ചെല്ലുമ്പോൾ വോട്ടില്ല. ഇത് ബീഹാറിൽ മാത്രമല്ല, ഉടനെ ബംഗാളിൽ വരാൻ പോകുന്നു, കേരളത്തിൽ ഉൾപ്പെടെ ഇനി നടപ്പിലാക്കാൻ പോകുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, കേരളത്തിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? 45 ദിവസം 50 ദിവസം ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം വോട്ട് കൊടുക്കാം. അത്തരത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ വോട്ടർ പട്ടിക കയറ്റാം. അതാണ് BJPയുടെ പരിപാടി. ഇവിടെ BJP ചെയ്ത ദ്രോഹം എന്താണ്? തൃശ്ശൂർ മണ്ഡലം അവരുടെ A ക്ലാസ് മണ്ഡലമായി, മറ്റെല്ലാം BO CO ഒക്കെ ആണല്ലോ. അപ്പോൾ A ക്ലാസ് മണ്ഡലത്തിലേക്ക് അടുത്തുള്ള മണ്ഡലങ്ങളിലെ RSSകാർ വന്ന് വോട്ട് ചേർക്കുക. അതാണ് തന്ത്രം. അതേത് തെരഞ്ഞെടുപ്പാണ്? അതെവിടുത്തെ തെരഞ്ഞെടുപ്പാണ്? ഒരു ഇലക്ഷൻ പ്രക്രിയ ആരംഭിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിന് തലേ ദിവസം വരെ, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നതിന് തലേ ദിവസം വരെ വോട്ട് പട്ടിക പേര് ചേർക്കാമല്ലോ. കുറേ BLOമാരെ അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഇവർ പാട്ടിലാക്കും. അപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ റിപ്പോർട്ട് കൊടുക്കണം, ഇവരിവിടെ ഉണ്ട്, ഞാൻ കൃത്യമായിട്ട് തെളിവ് തരാം. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ റിപ്പോർട്ടില്ലാതെ അഡ്മിറ്റ് ചെയ്തു. ഈ പറയുന്ന ആളുകൾ സ്ഥലത്തില്ല എന്ന് തൃശ്ശൂർ മണ്ഡലത്തിൽ വന്നപ്പോൾ അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 68,000 അധികം വോട്ടുകളാണ് തൃശ്ശൂർ മാത്രം ചേർന്നത്. കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും അധികം തൃശ്ശൂരിൽ ചേരാനിടയായ സാഹചര്യം എന്താ? അത് പരിശോധിക്കണമെങ്കിൽ വോട്ടർ പട്ടികയുടെ സോഫ്റ്റ് കോപ്പി കൊടുക്കണം. അത് സ്കാൻ ചെയ്തെടുക്കുന്ന കോപ്പിയല്ല വേണ്ടത്, പരിശോധിക്കത്തക്ക വിധം അതിൻ്റെ കെട്ടഴിച്ച് പരിശോധിക്കാൻ പറ്റുന്ന കോപ്പി കൊടുക്കണം. കൊടുക്കൂല. സുരേഷ് ഗോപിക്ക് 2 വോട്ടുണ്ടായത് മാത്രമല്ല പ്രശ്നം. ഒരു മണ്ഡലത്തിലേക്ക് ഒരാൾ മത്സരിക്കാൻ വന്ന ഉടനെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അടക്കമെന്ന് ഇവിടെ വോട്ട് ചേർക്കുക. നാട്ടിലെ RSSകാരെല്ലാം ഒരു പ്രത്യേക മണ്ഡലത്തിൽ പോയി വോട്ട് ചേർക്കുക. അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കാൻ പോകുന്ന 5-6 മണ്ഡലങ്ങളിലേക്ക് ഈ കേരളത്തിലെ മുഴുവൻ BJPക്കാരുടെ വോട്ട് ചേർത്ത് ഒരു നിയമസഭാ മണ്ഡലം ജയിക്കാമെന്ന് വെച്ചാലോ? യെസ്, അത് കള്ളക്കളിയാണ്. അത്തരം കള്ളക്കളിക്കൊന്നും ജനാധിപത്യം അംഗീകരിക്കുന്നില്ല, നിയമം അംഗീകരിക്കുന്നില്ല. ശരി, ഇത്തരം പരാതികൾ പറയുന്ന വാനരന്മാരെക്കുറിച്ചാണ് ഇന്ന് സുരേഷ് ഗോപിക്ക് ഉണ്ടായ മറുപടി. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പ്രതികരിച്ചത് ആ വിധത്തിലാണ്. അതിനെക്കുറിച്ച് അടുത്ത ഘട്ടത്തിൽ അങ്ങേക്ക് പരാമർശം നടത്താം. നന്ദു, ഇതിനൊക്കെ മറുപടി വേണം. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടി ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നേരത്തെ PDT ആചാരി പറഞ്ഞ RPAയിലെ ഇല്ലാത്ത വകുപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. SIRലെ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന കാര്യം RPAയിൽ ഇല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ബീഹാറിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ ഒരു ക്വാളിഫയിങ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ജൂലൈ 1 എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനൊരു കാര്യവും RPAയിലില്ല. ജനുവരി 1 സാധാരണ RPAയിലുള്ളത്. ഇതൊക്കെ പെട്ടെന്ന് അത്യാവശ്യമായി ആർക്ക് വേണ്ടിയാണ് ഈ ജൂലൈ 1 എന്നൊക്കെ ഒരു ഡേറ്റ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഇത് നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ തൃശ്ശൂരിലൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ കേരളത്തിൽ നടത്താൻ പോകുന്ന കാര്യങ്ങൾ ഒരു 45 ദിവസമൊക്കെ ഇവിടെ താമസിച്ച ആളുകൾക്ക് വരെ വോട്ട് ചേർക്കാം എന്ന ഒരു കാര്യം വരാൻ പോകുന്നു എന്ന് അദ്ദേഹമൊക്കെ കരുതുന്നത് പോലെയുള്ള കാര്യങ്ങളാകാം എന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ ഈ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കണ്ടേ ജനങ്ങളുടെ മനസ്സിൽ നിന്ന്? ശരി,
താങ്കൾ ചോദിച്ചതടക്കം നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. താങ്കൾ ഇടപെടില്ലെന്ന വിശ്വാസത്തോടെ ഞാൻ ആദ്യം തൊട്ടേ ആരംഭിക്കും. കഴിഞ്ഞ തവണയെ താങ്കൾ ഉള്ളൂ കഴിഞ്ഞ തവണ താങ്കൾ ചോദിച്ചതിൽ ഒരു ചോദ്യം പെൻഡിങ് ആണ്. അതായത് ഭീഷണിപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതാണ് താങ്കൾ കഴിഞ്ഞ തവണ ചോദിച്ചത്. ഞാൻ മറുപടി പറയുമ്പോഴത്തേക്ക് താങ്കൾ ഓരോ പ്രാവശ്യം ഇടപെടുന്നതനുസരിച്ച് എനിക്ക് ഓരോ പ്രാവശ്യം വീണ്ടും അത് വിശദീകരിക്കും. കാരണം ഞാൻ പറയുന്നതിൻ്റെ ഒരു മുറിഞ്ഞു പോകും, പിന്നെയും വീണ്ടും ഞാൻ ഒന്നേന്ന് പറയുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഭീഷണിപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ഭീഷണിപ്പെടുത്തിയത് ആരാ? രാജ്യത്തെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് ആദ്യം ഭീഷണി എടുത്തത്. ആ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം മറുപടിയായി പറഞ്ഞതെന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. ഇനി SIR നടപ്പാക്കുന്നു ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. SIR നടപ്പിലാക്കുന്നത് നിങ്ങൾ പറയുന്നു ഏതൊക്കെയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ പ്രശ്നമുണ്ട്, ആചാര്യയുടെ പേര് പറയുന്നു, മറ്റു പല. ഇതെല്ലാം സുപ്രീം കോടതി കേട്ട കാര്യമാണ്. സുപ്രീം കോടതി അങ്ങനെ ഒരു റൈറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇല്ലെങ്കിൽ സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോകുമ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി പറയും നിങ്ങൾക്ക് ഇതൊന്നും നടത്താനുള്ള അധികാരമൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് രാജ്യത്ത് ഇലക്ഷൻ നടത്തിയാൽ മതി എന്ന് പറയേണ്ട സുപ്രീം കോടതി സ്വാഭാവികമായിട്ട് അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് നടത്താനുള്ള എല്ലാ തരത്തിലുള്ള അവകാശവും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്, അവർ നടത്തുന്നത്. അതിൽ കൃത്യമായി ബീഹാറിലെ ജനത ഇടപെട്ടിട്ടുണ്ട്. ബീഹാറിൽ ആ പ്രോസസ്സിൽ ഏതാണ്ട് അവിടുത്തെ വോട്ടർമാരുടെ 98% പേരും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ആ വിഷയത്തിൽ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോൾ അവിടെ പ്രതിപക്ഷം നടത്തുന്ന റാലി ഉൾപ്പെടെ നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഈ പറയുന്ന വിഷയത്തിൽ അവരുടെ BLAമാർ കൈവശം ഒരു പരാതി പോലും കൊടുക്കാൻ ഇപ്പോൾ ഓഗസ്റ്റ് മാസം 15-ാം തീയതി അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം പോലും ഒരൊറ്റ BLAമാർക്കും പരാതികൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് ഒരു എക്സസൈസ് നടത്തുന്നു. രാജ്യത്ത് ഇത്തരത്തിലുള്ള വോട്ടർ പട്ടികയിൽ ക്രമവിരുദ്ധമായി അല്ലെങ്കിൽ അനധികൃതമായി കടന്നു കയറിയവരുണ്ടെങ്കിൽ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സസൈസ് നടത്തുന്നു. ആ എക്സസൈസിൽ നമുക്ക് ആശങ്കാപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റില്ല. പക്ഷേ ആ എക്സസൈസ് തന്നെ നിർത്തണം എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ആ എക്സസൈസിനെ തന്നെ മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ പിന്നിൽ വളരെ ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വയ്ക്കുന്നത്. ആ ലക്ഷ്യമുള്ളവർക്കാണ് അതിൽ ഭയപ്പെടുന്നത്. ഇപ്പം ഞങ്ങൾ പറയുന്നു അങ്ങനെ ഒരു പ്രവർത്തനം ഇന്ത്യ ഒട്ടാകെ നടത്തണം. അത്തരത്തിൽ ക്രമവിരുദ്ധമായി ആരെങ്കിലും ഒക്കെ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് ആര് കയറ്റിയതായാലും ആരെങ്കിലും ഒക്കെ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധീകരിച്ച ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് പൂർണ്ണമായ പിന്തുണ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയാണ്. ഇനി ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് ഇവിടെ ഒട്ടേറെ ഇലക്ഷൻ സ്ഥാപനങ്ങൾ ഒരു ചീഫ് ജസ്റ്റിസിനെ തന്നെ മാറ്റിയിട്ട് ഞങ്ങൾ മറ്റ് ചുമതലകൾ കൊടുത്തു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന കാര്യങ്ങൾ. ഇത് ആദ്യമായിട്ടാണോ നടക്കുന്നത്? സ്വന്തം പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇലക്ഷൻ നടത്തിയതിൻ്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, 2004 ഈ പറയുന്ന അനിൽകുമാറിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു അലയൻസ് ഉണ്ടാക്കി അധികാരത്തിലേക്ക് വരുമ്പോൾ 2004 ആ ഇലക്ഷന് നേതൃത്വം കൊടുത്തുന്ന ചീഫ് ഇലക്ഷൻ ഓഫീസർ, ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറായിരുന്ന ശ്രീ MS ഗില്ല് പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെ നേതാവാകുകയും കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗമാവുകയും കോൺഗ്രസിൻ്റെ തന്നെ ഫോർമർ മിനിസ്ട്രിയിൽ അംഗമാവുകയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന ബോധ്യം അനിൽകുമാറിനില്ല. അനിൽകുമാറിന് എന്നെക്കാളും രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ മനഃപൂർവ്വമായി മറന്നു പോകുന്നത്, ഒരു രാഷ്ട്രീയം പറയുമ്പോൾ അത് മറന്നുപോയിക്കൊണ്ടൊരു രാഷ്ട്രീയം പറയുന്നത് എനിക്ക് പറയാനുള്ളത്. നോക്കൂ, ഇനിയിപ്പോ നന്ദു പറയുന്ന കാര്യങ്ങളിൽ ഞാൻ കേട്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേട്ടല്ലോ. അല്ല, മുഴുവൻ പറഞ്ഞു ഞാനും പറഞ്ഞില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് 1-2 കാര്യങ്ങൾ ഉള്ളതിൽ ഒന്ന്, ഈ PDT ആചാര്യ പറഞ്ഞത് സുപ്രീം കോടതി എല്ലാം കേട്ടതാണ് എന്നുള്ളത് തെറ്റാണ്. ശരി, പറഞ്ഞപ്പോ ഞാൻ അപ്പോ ഇടപെട്ടില്ല. ഈ കാര്യത്തിൽ എനിക്ക് ഞാൻ ഇടപെട്ടില്ല. ശരിക്കും അവതാരകൻ ഇടപെടേണ്ടതാണ്. കേൾക്കൂ, PDT ആചാര്യയോ അതുപോലുള്ള ആളുകളോ അന്ന് ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പോ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും കേൾക്കേണ്ടതാണ് എന്നതാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ആവശ്യം, രാജ്യത്തെ പ്രതിപക്ഷം ഒക്കെ പറയുന്നത്. അതുപോലെ ഈ എക്സർസൈസ് ഒക്കെ തന്നെ നടത്തണ്ട എന്ന് പറയരുത്. ഇതൊക്കെ ഇനിയിപ്പോൾ ആളുകളെ ഇല്ലാത്ത ആളുകളൊക്കെ അതിനകത്ത് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടവരെ പുറത്താക്കണം. ഇതൊന്നും ആരും ഇവിടെ എതിർത്തിട്ടില്ല. അതിന് വേണ്ട എളുപ്പം കാര്യം എന്താണ്? ഈ രാഷ്ട്രീയ പാർട്ടികൾ കൂടി സഹായിക്കും. മെഷീൻ റീഡബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ പറ്റുന്ന ആ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്താൽ പോരെ. അതിനെ എന്തിനാണ് നിങ്ങളൊക്കെ എതിർക്കുന്നത്? BJPക്ക് അതിൽ എന്താണ് ഇത്ര ഇല്ല? ഓക്കൂ, അടുത്തൊരു കാര്യം കൂടെ കേൾക്കൂ. ഈ നിങ്ങൾ ഇതിനൊക്കെ പരാതി കൊടുക്കുന്നവർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ.
എന്ത് പിന്തുണയാണ് നിങ്ങൾ പരാതിയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്? അവരെഴുതി കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരാതി എഴുതി കൊടുക്കാനുള്ള ആളുകളെയൊക്കെ ഇവരുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഏർപ്പാടാക്കുമോ? പെറ്റീഷൻ എഴുതി കൊടുക്കാനുള്ള ആളുകളെയാണോ നിങ്ങൾ അപ്പോൾ ഈ എക്സസൈസിനെതിരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവിടുത്തെ കോൺഗ്രസിൻ്റെയും ഈ പറയുന്ന RJDയുടെയും CPMൻ്റെയും ഒക്കെ ബൂത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരൊക്കെ ഈ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണോ? അവർക്ക് എഴുതി കൊടുക്കാൻ കഴിവില്ലാത്തവരാണോ? സകല വിഷയങ്ങളിൽ അഭിപ്രായം പറയുമല്ലോ, നാട്ടിലുള്ള സകല വിഷയങ്ങളിൽ വന്നത് പ്രതിഷേധം പറയുന്നുണ്ടല്ലോ, നാട്ടിലുള്ള സകല വിഷയത്തിൽ അഭിപ്രായം ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് അത്തരത്തിലുള്ള എക്സസൈസിൽ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവർ സഹായിച്ചുകൂടാ? ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പറയൂ. എന്നിട്ട് അതില്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചോദിച്ചത് അവിടെ ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം അടിസ്ഥാനമുള്ള സ്ഥലം തന്നെയാണല്ലോ. ഈ RJDക്കും കോൺഗ്രസിനും ഒക്കെ അടിസ്ഥാനമുള്ള സ്ഥലം തന്നെയാണല്ലോ ബീഹാർ. അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് താങ്കളുടെ ആ രീതി തെറ്റാണ്. അതായത് BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു നാട്ടിൽ, ഇപ്പൊ എന്റെ നാട്ടിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ BJP-കാരന് ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമാണോ ഞാൻ ഇടപെടുന്നത്? കേരളത്തിന്റെ കാര്യം അങ്ങനെയാണോ? കളയൂ സാർ. അല്ല, കേരളത്തിൽ ഭാഗ്യം കിട്ടിയവരാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു BJP-കാരനായത് താങ്കളുടെ ഭാഗ്യമാണ്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ പറ്റുമെന്ന് പറയുന്നതിൽ എന്റെ ചോദ്യം അല്ല, എന്റെ പ്രിയപ്പെട്ട ലാൽ സാർ കുറച്ചു നേരം ഉണ്ടായിരുന്നാൽ എൻ്റെ ചോദ്യം ജനങ്ങൾ കൂടി കേൾക്കട്ടെ. അതായത് എൻ്റെ ചോദ്യം, ഈ പറയുന്ന കോലാഹലങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും, ഞങ്ങൾ ഇതിനെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കും, പക്ഷേ ജനങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ഒരു പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പോലും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RJDയും ഒന്നും തയ്യാറല്ല എന്നാണ് നിങ്ങളുടെ നിലപാട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ആളുകൾ പോകേണ്ടി വരും ഇതൊക്കെ എഴുതി കൊടുക്കാൻ. കേരളത്തിൽ നിന്ന് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ആളുകളൊക്കെ പോകേണ്ടി വരും. താങ്കൾ എന്തർത്ഥത്തിലാണ് ബീഹാറിലെ മുഴുവൻ ആളുകളെ അടച്ചാക്ഷേപിക്കുന്നത്? ബീഹാറിൽ 100% സാക്ഷരത ഇല്ലാത്ത സ്ഥലം. താങ്കൾ എങ്ങനെയാ ബീഹാറിലെ മുഴുവൻ പല സംസ്ഥാനങ്ങളിലും 100% സാക്ഷരത ഇല്ല. 100% സാക്ഷരത ഉള്ളിടത്ത് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളവരുള്ളൂ എന്നുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? സാക്ഷരതയേക്കാൾ താഴെയാണ് വിദ്യാഭ്യാസമുള്ള ആളുകൾ. സാക്ഷരതയുടെ ശതമാനത്തെക്കാൾ താഴെയാണ് അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ 100% സാക്ഷരത ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ സമ്മതിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവിടെ സാക്ഷരതയുള്ളവരുണ്ടല്ലോ, അവരൊക്കെ എല്ലാവർക്കും കൊടുക്കും. അതാണ് നിങ്ങളുടെ പാർട്ടിക്കും ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം അവിടെ അടിസ്ഥാന തലത്തിൽ പ്രവർത്തനമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും എക്സസൈസ് കാണിക്കുക. നിങ്ങൾ ഈ 2500 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാർ ഓട്ടം പിടിക്കുമ്പോൾ കുറച്ച് മെനക്കെട്ടാൽ മതിയല്ലോ. പാർട്ടി അംഗത്വമൊന്നും താങ്കളെ ഞാൻ പ്രദർശിപ്പിച്ച് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് താങ്കൾ അങ്ങനെ പറയുന്നത്. ഞാൻ താങ്കൾ ഉദ്ദേശിച്ചത് പ്രതിപക്ഷ പാർട്ടികളുടെ ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ താങ്കളുടെ പേര് പറഞ്ഞിട്ടല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികളുടെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവിടുത്തെ നേതാക്കന്മാർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും വസ്തുതയില്ലാത്ത ആരോപണങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളോളം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു ടീമിനെ, ഈ റിസർച്ച് ടീമിനെ തന്നെ വിട്ടിട്ട് അങ്ങനെ പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്ക്. പരാതി കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് കാര്യങ്ങൾ തിരുത്തിക്ക്. ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഞാൻ വീണ്ടും ഒരു മിനിറ്റ് ഇപ്പോൾ പറഞ്ഞതിനുള്ള കാര്യങ്ങൾ കൂടിയുള്ള താങ്കളുടെ എന്റെ പാർട്ടിനെ ശരി എന്നോടാണോ? അതെ, ലാൽകുമാർ. അല്ല, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ലത് ഈ സാക്ഷരതയൊക്കെ എങ്ങനെ ഈ വിഷയത്തിൽ ചർച്ചാ വിഷയമായി മാറുന്നു, അതെങ്ങനെ പ്രസക്തമാകുന്നു. നോക്കൂ, അവിടെ പ്രസക്തമാകേണ്ടത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എങ്ങനെ പുറത്തു പോയി എന്നുള്ളതാണ്. അതാണ് ചർച്ച. അവരെ തിരിച്ചു കയറ്റുന്നതിൻ്റെ അല്ലല്ലോ ചർച്ച. ഇലക്ഷൻ കമ്മീഷൻ്റെ ക്ലിയറായിട്ട് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതവരെങ്ങനെ ഉള്ള ആൾക്കാരെങ്ങനെ പുറത്തു പോയി. യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയുടെ മുന്നിൽ 2 പേരെ റിമൂവ് ചെയ്തവരെ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തവരെ സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്നു. ഈ 2 പേരെ എങ്ങനെ, ഒരു 2 എന്ന് പറയുന്ന ഒരു നമ്പറാണല്ലോ, ആ 2 പേരുടെ ജനാധിപത്യ അവകാശം റദ്ദ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ, അല്ലെ അവരെ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യുക എന്ന് നമ്മൾ പറയും, ആ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യുന്ന രീതിയിൽ ഒരിടപെടിയിൽ ഇവർ നടത്തുന്നു, ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നു. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി, എന്ത് ഡോക്യുമെൻറ്റിനെ നോക്കിയാണ് അവർ മരിച്ചു പോയെന്ന് ഇവർ തീരുമാനിച്ചത്? എക്സ്ക്ലൂഡ് ചെയ്തവരെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ചല്ലേ ഇവിടെ തർക്കം നടക്കുന്നേ. എൻ്റെ ചോദ്യം അതിന് മുമ്പത്തെ ചർച്ചാ വിഷയം അതാണ്. അതല്ലാതെ അവർക്ക് സാക്ഷരത ഉണ്ടോ എന്നുള്ള ചർച്ച നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ BJP-കാരന് കേരളത്തിൻ്റെ സാക്ഷരതയും ബീഹാറിൻ്റെ സാക്ഷരതയും തമ്മിലൊരു തർക്കത്തിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലല്ലോ വിഷയം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാനപരമായി ഇലക്ഷൻ കമ്മീഷൻ ഏതർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഇടപെടുന്നു?
അതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണ്ടേ? ബി ജെ പിയുടെ പ്രതിനിധി മറുപടി പറയേണ്ട കാര്യമില്ല. ബി ജെ പിയുടെ പ്രതിനിധിയോട് അങ്ങനെ ഒരു ചോദ്യമില്ല. നമുക്ക് അത്ഭുതകരമായി തോന്നുന്നൊരു കാര്യം, ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നതും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വാദവും ഒന്ന് തന്നെയായി മാറുന്നു. അത് ബി ജെ പിയുടെ വാദം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതാണോ അതോ ഇലക്ഷൻ കമ്മീഷൻ്റെ വാദം ബി ജെ പി പറയുന്നതാണോ? അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സംശയിക്കാം. പക്ഷെ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് ബി ജെ പിയുടെ പ്രതിനിധി എന്നല്ല. നമുക്ക് ഇവിടുത്തെ ആർട്ടിക്കിൾ 324 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻപാർഷ്യലായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നാണ് മറുപടി കിട്ടേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് മറുപടി നമുക്ക് കിട്ടിയോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് കിട്ടിയില്ല എന്നൊരു നമുക്കൊരു ഉത്തരവുണ്ട്. അതിന് കിട്ടി എന്ന് ബി ജെ പിക്കാരന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാകത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഒരാളുടെ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥലത്ത് ഈ പറഞ്ഞ എയും ബിയും സിയും ഡിയും എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ മകനാണ് ഈ വോട്ടിംഗ് ബൂത്തിൽ വന്നിരുന്ന് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ജനങ്ങളോട് പറയാൻ, ബാക്കിയുള്ള പൗരന്മാരോട് പറയാൻ ഇലക്ഷൻ കമ്മീഷന് ബാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ട്? അത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയ ഡോക്യുമെൻ്റാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഒരു കോർട്ട് ഓർഡർ വരുന്നു, ആ കോർട്ട് ഓർഡറിനകത്ത് എന്തെഴുതിയിരിക്കുന്നു, ആരെഴുതിയിരിക്കുന്നു എന്ന് പറയാനുള്ള ബാധ്യത ആർക്കാണുള്ളത്? കോടതിക്കാണുള്ളത്. ഒരു സർക്കാർ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ സർക്കാർ ഉത്തരവിൽ ആരിറക്കി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എന്ന് പറയുന്നത് പോലെ ഈ എൻറ്റയർ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്തടിസ്ഥാനത്തിൽ ഇതുണ്ടാക്കി അറിയണ്ടേ? അപ്പം ഞാൻ നാളെ ചെന്ന് എൻ്റെ അച്ഛൻ്റെ പേര് നാരായണപിള്ള എന്നാണ്, നാരായണപിള്ള എന്നുള്ള വിഷയം വിട്ടിട്ട് WPQ എന്ന് ഞാൻ എഴുതി കൊടുത്താൽ ഒക്കുവോ? ഞാനങ്ങനെ എഴുതി കൊടുക്കുവാന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാവോ? ദർ ഷുഡ് ബി സം വാലിഡ് ഡോക്യുമെൻറ്റ്സ് ടു ഇൻകോർപ്പറേറ്റ് ദിസ് നെയിം അല്ലേ? അതല്ലേ നമ്മൾ പറയുന്നത്. അതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ജനാധിപത്യം എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ ആകുന്ന പ്രോസസ്സിൽ കൂടെയാണ് നമ്മൾ ജനാധിപത്യം ഫങ്ഷണൽ ആകുന്നത്. ഇറ്റ് വിൽ ബിക്കം മോർ ഡെമോക്രാറ്റിക്. നമുക്ക് പാകിസ്ഥാനെ ജനാധിപത്യം എന്ന് വിളിക്കാം, മറ്റേ എത്യോപ്യ ഉണ്ട് എത്യോപ്യ ജനാധിപത്യം എന്ന് വിളിക്കാം. അങ്ങനല്ലല്ലോ ഇന്ത്യൻ ജനാധിപത്യം വളരാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനാണോ വളരാൻ ആഗ്രഹിക്കുന്നത്? അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഒരാൾ വന്ന് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ എന്നെ ആൾ പറയുകയാണ് ഇവൻ്റെ പേര് ദാമോദരൻ എന്നാണ്. ദാമോദരൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? ദാമോദരൻ്റെ അച്ഛൻ്റെ പേര് ABCD. അത് പറ്റത്തില്ല. ABCD എന്ന് പറയുന്ന ഒരാൾക്ക് നിങ്ങളുടെ അച്ഛനാകാൻ കഴിയില്ല, നിങ്ങളുടെ അച്ഛനുമായി ബന്ധപ്പെടുന്ന രേഖകൾ കൊണ്ടുവരുമെന്ന് നമ്മൾ സാധാരണഗതി പറയും. അത് പറയാതെ ABCD എന്ന് എഴുതി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ എങ്ങനെ സാധിച്ചു? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഒരു വിശദീകരണം ഉണ്ടല്ലോ, 000 എന്ന് എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന നിലാലംബരായ മനുഷ്യർക്ക് ജീവിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അങ്ങനെ എഴുതിയാണ്. സംഭവിച്ചു. ആ പറയുന്ന ആൾക്കാർക്ക് അച്ഛനും അമ്മയും ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ കോളം അതിനകത്തുണ്ടല്ലോ. ആ കോളത്തിൻ്റെ മറുപടിയാണ് അറിയേണ്ടത്. അതല്ലാതെ ഈ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടവരെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ CPM-കാരനും കോൺഗ്രസ്സുകാരനും RJD-കാരനും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നോ, അവരില്ലേ എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ മറുപടി പറയാൻ പോകുന്നതെങ്കിൽ, അതേലാണ് നമ്മൾ തർക്കിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഒരിടത്തും എത്തത്തില്ല. ശരി, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധി പരാതി പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എഴുതി കൊടുക്കാത്തത് കൊണ്ടാണ് ഇനി ആർക്കും ഇതിന് ഉത്തരം കിട്ടാത്തത്. ഇതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല. ബാക്കി ആളുകൾ എഴുതി കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. രാജ്യത്ത് ഇങ്ങനെ ഒരു വിശ്വസനീയമായ രീതിയിലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനം, തെരഞ്ഞെടുപ്പ് നടത്താൻ നിയോഗിക്കപ്പെട്ടൊരു സ്ഥാപനം അക്കാര്യത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിറവേറ്റി അതെല്ലാം കൃത്യമാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ്. അതല്ലാതെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ബൂത്ത് ലെവൽ ഏജൻറ്റിനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത് പറയാത്തത് കൊണ്ടോ ആരെങ്കിലും എഴുതി കൊടുക്കാത്തത് കൊണ്ടോ അല്ല. ഞാൻ നന്ദുവിലേക്ക് അതിന് ആദ്യം പോകുന്നു. നന്ദു, നോക്കൂ, നിങ്ങളുടെ പിന്തുണ ഇപ്പോൾ എന്തായാലും ഇലക്ഷൻ കമ്മീഷനാണ്. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി തന്നെയാണല്ലോ വാദങ്ങൾ നിരത്തുന്നത്. ഇനിയിപ്പോൾ ബീഹാറിൽ കാണിച്ചു കൊടുക്കാം എല്ലാ പാർട്ടിക്കാർക്കും, എല്ലാ രാഷ്ട്രീയ പരാതിക്കാർക്കും എന്നാണോ? അല്ല, ഞങ്ങളുടെ പിന്തുണ ഇലക്ഷൻ കമ്മീഷന് ആവശ്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതിന് അതിൻ്റേതായ നിലപാടുകളുണ്ട്, അവർക്ക് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട്. അവർ ആ ചിട്ടവട്ടത്തിലും ആ നിയമത്തിൻ്റേതായ ആ പരിരക്ഷയിലുമാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ സ്വാഭാവികമായി മുന്നോട്ട് പോകും. ഞങ്ങൾ ഉയർത്തിയ ആരോപണം, അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ വിഷയം, ജനങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അത് ജനങ്ങളുടെ മുൻപിൽ തുറന്ന് കാണിക്കാനുള്ള ഉത്തരവാദിത്വവും ആ രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. അത് നിയമപരമായി അവർക്കുള്ള പരിരക്ഷയിലൂടെ എന്തുകൊണ്ട് ഉപയോഗിക്കപ്പെട്ടില്ല എന്ന ചോദ്യം മാത്രമാണ്. അത് ഞങ്ങൾ അവർക്ക് കവചം ഒരുക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറയുകയോ ചെയ്യുന്നു എന്നുള്ള നിലയിലല്ല. ഇവിടെ CPM-ഉം അല്ലെങ്കിൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും
ബീഹാറിൽ എടുക്കുന്ന നയമൊന്ന്, കേരളത്തിലെടുക്കുന്ന നയമൊന്ന്. അവർക്ക് ബീഹാറിൽ പറയുന്ന SIR എന്ന് പറയുന്ന അനധികൃതരായിട്ടുള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന എക്സസൈസിനെതിരായിട്ട് അവരൊരു നിലപാടെടുക്കുമ്പോൾ അവർ കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വരുമ്പോൾ ആ എക്സസൈസിനെ അവർ പിന്തുണയ്ക്കുന്നു. അപ്പുറത്തേക്ക് പോകുമ്പോൾ അവർ എക്സസൈസിനെ തള്ളിപ്പറയുന്നു. അപ്പോൾ നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞതുപോലെ സ്വാഭാവികമായും BJPയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. BJPയുടെ സ്റ്റാൻഡ് ശുദ്ധീകരിക്കേണ്ടതാണ് വോട്ടർ പട്ടിക. അങ്ങനെ അനധികൃതരായിട്ടുള്ളവർ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കേണ്ട ഉത്തരവാദിത്തം നമുക്കതിൽ വേറെ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം ഉണ്ടെങ്കിൽ അല്ല എന്താ അനിൽകുമാർ അല്ല, CPIM ഇക്കാര്യത്തിൽ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് സുതാര്യമായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയത ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നയം തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം പക്ഷപാതപരമായി പെരുമാറുന്നു എന്നതിൻ്റെ ആഴമാണ് ഇന്നത്തെ പത്രസമ്മേളനം. മറുഭാഗത്ത് നിങ്ങൾ കുറേ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. ഉന്നയിച്ച ഒരാൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. സ്വാഭാവികമായി ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷത്തിന് പങ്കാളിത്തം ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണി ആ പ്രതിപക്ഷത്തിൻ്റെ മുന്നണിയാണ്. ചർച്ചയ്ക്ക് വിളിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഉന്നയിച്ച പ്രശ്നങ്ങൾ ഞങ്ങൾ പരിശോധിക്കാം. ഭാവിയിൽ എന്തെല്ലാം തിരുത്തലുകൾ വരുത്താൻ കഴിയും. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് തിരുത്തലാണല്ലോ വേണ്ടത്. നടന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ്, ഇനി എന്തെല്ലാം തിരുത്തലുകൾ ഉണ്ടാകണം. നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതിപ്പോൾ എന്താണ് ആശങ്ക? ഞങ്ങൾക്കിതിൻ്റെ ഡിജിറ്റൽ ഫോം തരൂ, ഞങ്ങൾ മൊബൈൽ ആപ്പ് വെച്ചിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പരാതി അങ്ങോട്ട് തരാം. അപ്പോൾ പരാതി തരിക എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വെല്ലുവിളിക്കുന്നു. പക്ഷെ പരാതി തരാൻ പറ്റാത്ത വിധം കോടിക്കണക്കിന് മനുഷ്യൻ്റെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിക്കൽ തന്നെ പ്രധാനപ്പെട്ടതാണ്, പ്രശ്നങ്ങളാണ്. അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ വല്ല അധ്വാനം നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ പുതിയ വിഷയം വരും. ശരി, അതുകൊണ്ട് ലാൽകുമാർ പരാതി തരട്ടെ എന്ന് കരുതിയിരിക്കുകയല്ല വേണ്ടത്, പരാതി ഇല്ലാതാക്കാൻ എന്ത് ചെയ്യുക. ശരി, ആ പരാതി ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാമെന്നൊരു കാര്യത്തിൽ BJP ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാടുകൾക്കൊപ്പം നിൽക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാട് അങ്ങനെയാകുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അല്ല, നോക്കൂ, ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ ബാക്ക് ഫുട്ടിലായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ബീഹാറിൽ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഒരു യാത്ര തുടങ്ങുന്നുണ്ട്. അന്നത്തെ ആ ദിവസം തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ചൂസ് ചെയ്തതെന്നുള്ളതാണ് ഇത് പറയാൻ. ഇതിന് ഇന്നലെ പറയാതെ മിനിഞ്ഞാന്ന് പറയാതെ ഒന്നും പറയാതെ ഇന്ന് പറയുക. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനകത്ത് രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഉണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയമായ ഒരു ഏജൻസിയായി മാറണം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായി മാറണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി വിധി റദ്ദാക്കുന്ന രീതിയിൽ ചീഫ് ജസ്റ്റിസിനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ പ്രോസസ്സ് എന്തിനാണ് BJP ഡയലൂട്ട് ചെയ്തതെന്നുള്ളത് BJPയുടെ പ്രതിനിധി പറയത്തില്ലല്ലോ, പറയുമോ? എന്ത് കാരണത്താലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി അത് ഈ പറയുന്ന ചീഫ് ജസ്റ്റിസിനെ കൂടെ വേണമായിരുന്നു, ആ ചീഫ് ജസ്റ്റിസിനെ വേണ്ട എന്ന് ഈ പറയുന്ന BJP തീരുമാനിക്കാനുള്ള കാരണമെന്ത്? ഒരു കാരണം വേണ്ടേ ഈ ചീഫ് ജസ്റ്റിസിനെ? ചീഫ് ജസ്റ്റിസ് എന്തായാലും ഇമ്പാർഷ്യൽ ആയിട്ടൊരു മനുഷ്യനാണല്ലോ. അദ്ദേഹം കൂടെ അവിടെ ഇരുന്നാൽ അദ്ദേഹം ഇരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാ? ശരി, എനിക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് അവസാനമില്ലാത്തൊരു കാഴ്ചയാണ് ഇന്നത്തെ രാവ് തുടങ്ങുമ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാജ്യത്തിൻ്റെ മുഴുവൻ വിശ്വാസവും തെരഞ്ഞെടുപ്പിലാണ്. ജനാധിപത്യം പുലരുന്നത്, ജനാധിപത്യം പുഷ്പിക്കുന്നത് ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അത് കേൾക്കേണ്ടതുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പം വൈകിയാണെങ്കിലും അക്കാര്യത്തിൽ ഒരു നിലപാട് മാറ്റി ചിന്തിക്കേണ്ടി വന്നാൽ ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകണം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഒപ്പം S. നന്ദു, അഡ്വക്കേറ്റ് N. ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.